ലോക ചരിത്രത്തിൽ കർത്താവായ യേശുവിനെ പോലെ ഊനമറ്റ കുഞ്ഞാടായി ആരും ഇതുവരെ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. കർത്താവിന്റെ രക്തത്തിനും ശരീരത്തിനും എന്തുകൊണ്ടാണ് സാത്താൻ കോട്ടകളെ തകർക്കാൻ കഴിയുന്നത്, പിശാചിന്റെ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കാൻ കഴിയുന്നത്, നമുക്ക് സമ്പൂർണമായി രക്ഷ നൽകുവാൻ കഴിയുന്നത്, നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ വിശുദ്ധീകരിക്കുവാനും അനുഗ്രഹിക്കുവാനും കഴിയുന്നത്? കാരണം അത് ദോഷരഹിതമാണ്. നമ്മുടെ കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, അവൻ ദോഷരഹിതനാണ്, നിഷ്കളങ്കനാണ്, ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്ത ഊനമറ്റ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കർത്താവിന്റെ രക്തശരീരങ്ങളുടെ അത്ഭുത ശക്തിയുടെ രഹസ്യമെന്ന് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, എന്തിനാ കർത്താവ് കുരിശിൽ രക്തം ചിന്തിയത്? ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഹെബ്രായ പുസ്തകം 9:22 വചനം പ്രഖ്യാപിക്കുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്, ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. വചനം പറയുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കണമെങ്കിൽ, നമുക്ക് പാപപൊറുതി ലഭിക്കണമെങ്കിൽ, നിത്യമായ രക്ഷയും വീണ്ടെടുപ്പും നമുക്ക് സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ, നമ്മുടെ കർത്താവ് നമ്മെ പോലെ മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് രക്തം ചിന്തി മരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു, അത് ദൈവിക വ്യവസ്ഥയായിരുന്നു. രക്തം ചിന്താതെ പാപമോചനമില്ല. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞ്, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ പാപമോചനമില്ല. കാരണം എന്താ? നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. ലേവ്യ പുസ്തകം 17:11 വചനം പറയുകയാണ്, ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. എല്ലാവരും വചനം ശ്രദ്ധിച്ച്, നിങ്ങൾ ഒരുമിച്ച് സ്ക്രീനിലോട്ട് നോക്കിയ വചനം വായിച്ച്. ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്, രക്തത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നില്ലേ, അപകടമുണ്ടായി, രക്തം വാർന്നുപോയി, ആ വ്യക്തി മരണപ്പെടുകയാണ്. മനുഷ്യന്റെ ജീവനും അവന്റെ രക്തവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ രക്തം പരിശോധിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യനില, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ അവസ്ഥകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, മനുഷ്യന്റെ ജീവൻ അവന്റെ രക്തത്തിൽ അധിഷ്ഠിതമായിരിക്കണം, അടങ്ങിയിരിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവി സത്യം എഴുതി വെച്ചിരിക്കുക. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മെഡിക്കൽ സയൻസ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഇപ്പോൾ രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. എന്നെയും നിങ്ങളെയും നിത്യമായ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യമായ രക്ഷയിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് ജീവൻ തന്ന് രക്തം ചിന്തി അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ കുരിശിൽ ബലിയായി തീരുക എന്നുള്ളത് ദൈവത്തിന്റെ തിരിഹിതമായിരുന്നു. ഇത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയേ. കുരിശ് മരണത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. കർത്താവായ യേശുവിന്റെ കുരിശിലെ ബലിയുടെ മഹത്വം തിരിച്ചറിയണം. എന്തിനാണ് അവിടുന്ന് രക്തം ചിന്തിയത്? എന്തിനാണ് ഈശോ കുരിശിൽ മരിച്ചത്? എന്തിനാണ് പീഡാസഹനങ്ങളിലൂടെ ഈശോ കടന്നുപോയത്? വെറുതെയല്ല ദൈവമക്കളെ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പാപപരിഹാര ബലിക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും, ആ പെസഹ കുഞ്ഞാടിന് വേണ്ട എല്ലാ വ്യവസ്ഥകളും നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി നിറവേറപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാം വചനത്തിൽ അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത് സന്ധിക്കാണ്. അന്ന് സന്ധിക്ക് അതിനെ നിങ്ങൾ കൊല്ലണം. ഓരോ കുടുംബവും ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെസഹ കുഞ്ഞാടിനെ അന്ന് സന്ധിക്ക് മുറിക്കണം. എന്റെ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് കാൽവരി കുരിശിൽ മനുഷ്യവർഗം മുഴുവന്റെയും പാപപരിഹാര ബലിയായി മാറുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്?
മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 33-ാം വചനത്തിൽ കർത്താവിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. ആ വചനം ശ്രദ്ധിച്ച്, 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ച്. ശ്രദ്ധിച്ച്, പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത് സന്ധ്യയ്ക്കാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി മാറുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ, ഭൂമി മുഴുവൻ അന്ധകാരമായിട്ട് മാറുകയാണ്. എല്ലായിടത്തും ഒരു ഇരുട്ടിന്റെ പ്രതീതി, ഒരു സന്ധ്യയുടെ പ്രതീതി, രാത്രിയുടെ പ്രതീതി. പട്ടാളക്കാർ അതുകൊണ്ട് അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് അന്തരീക്ഷം മാറുകയാണ്. അവിടെ എല്ലാം ഒരു സന്ധ്യയുടെ പ്രതീതി ഉണ്ടാവുകയാണ്. കാരണം എന്താ? നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത് സന്ധ്യയ്ക്കായിരിക്കണം. അതും ലിറ്ററലി, ആക്ഷരികമായി നമ്മുടെ കർത്താവിൽ നിറവേറപ്പെടുകയാണ്. ഹല്ലേലൂയ. വീണ്ടും പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 46-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പെസഹ കുഞ്ഞാടിന്റെ അസ്ഥിയൊന്നും ഒടിക്കരുത്. അപ്പൊ അതിനെ ഒരുമിച്ച് വായിച്ച, ആടിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയരുത്. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് യേശുവിന് എന്താ സംഭവിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈശോ കുരിശിൽ ബലിയായി മാറുന്ന സമയത്ത് തന്റെ പിതാവിനെ, തന്റെ ആത്മാവിനെ ഈശോ സമർപ്പിക്കുകയാണ്. എന്താ സംഭവിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 19:33 പറയുകയാണ്. അതിനെ പഠിപ്പിക്കുന്നു, 2 ഇടതും വലതും കിടക്കുന്ന കള്ളന്മാരുടെ കാലുകൾ, അസ്ഥികൾ ഒടിച്ചു കളഞ്ഞു. എന്നാൽ പട്ടാളക്കാർ യേശുവിന്റെ അരികിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാ. അവന്റെ കാലുകൾ തകർത്തില്ല. കർത്താവിന്റെ കാലുകൾ, യേശുവിന്റെ കാലുകൾ തകർത്തില്ല. ഹല്ലേലൂയ. കാരണം പെസഹ കുഞ്ഞാടിന്റെ അസ്ഥികളൊന്നും ഒടിക്കരുതെന്നുള്ള ദൈവിക വ്യവസ്ഥയും ക്രിസ്തുവിൽ നിറവേറപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയതിനാൽ കർത്താവിന്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് സമ്പൂർണമായ വീണ്ടെടുപ്പും പാപപരിഹാരവും നിത്യമായ രക്ഷയും പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും, പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നും, ശാപബന്ധനങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും, ന്യായവിധിയുടെ ആധിപത്യത്തിൽ നിന്നും, നിത്യമായ മരണത്തിൽ നിന്നും എന്നേക്കുമായി കർത്താവ് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ഹല്ലേലൂയ.